ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. പുറമോടി കണ്ട് എല്ലാം അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പാടില്ല. 1000 ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും പറയാനുണ്ടാകും. ആ കൂട്ടത്തിലേക്ക് ഇതാ പുതിയൊരെണ്ണം കൂടി. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കാലടി സംസ്കൃത സർവകലാശാല വീണ്ടും വിവാദത്തിലേക്ക്. ഗവർണർ പ്രകാശനം ചെയ്യാനിരുന്ന പുസ്തകത്തിലുണ്ടായിരുന്നത് വെറും പുറംചട്ട മാത്രമെന്ന് പരാതി. ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്ര കാവ്യമെന്ന പുസ്തകമായിരുന്നു പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ പ്രകാശനത്തിന് തൊട്ടു മുൻപ് VC ഇടപെട്ട് ഈ ചടങ്ങ് തടയുകയാണുണ്ടായത്. വ്യാജ പുസ്തക പ്രകാശനം നടത്തി കബളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അംഗങ്ങൾ ആരോപിക്കുകയും ചെയ്തു. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, കാലടി സർവകലാശാല തുടർച്ചയായി സ്ഥിരമായ ഇത്തരത്തിൽ വിവാദങ്ങളിൽ പെടുകയാണ്. എന്താണെങ്കിലും ഇങ്ങനെയൊരു തട്ടിക്കൂട്ട് പരിപാടി നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അത് ആരുടെ വീഴ്ചയാണ്? ഷിഗാസ്, തുടർച്ചയായി കാലടി സംസ്കൃത സർവകലാശാലയുടെ പേരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ സർവകലാശാലയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു വിവാദം തലപൊക്കിയത്. അതായത് ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി വാർഷികത്തിന് തൊട്ട് മുന്നോടിയായിക്കൊണ്ട് ഇത്തരത്തിൽ തീർത്ഥപാദ പുരാണം എന്ന് പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്ര മഹാകാവ്യം അത് പന്മന ആശ്രമത്തിൽ വെച്ചാണ് പ്രകാശനം ചെയ്യാതിരുന്നത്. അത് ചാൻസലർ കൂടിയായ ഗവർണറാണ് അത് പ്രകാശനം ചെയ്യാനിരുന്നത്. ഈ പ്രകാശന ചടങ്ങിന് മുന്നോടിയായിക്കൊണ്ട് 11 വാല്യങ്ങളുള്ള ഈ തീർത്ഥപാദ പുരാണം എന്ന് പറയുന്ന പുസ്തകം അത് VC സിസ തോമസിന്റെ മുറിയിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു. അതൊരു ഒറ്റ കാർട്ടണിലായിട്ടാണ് ഈ 11 വാല്യങ്ങളും കൊണ്ടുവച്ചത്. അപ്പോഴാണ് VC ഇത് ആദ്യമായി പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോൾ 4 വോള്യങ്ങൾ ഒഴികെ ബാക്കി 7 എണ്ണവും പുറംചട്ടയും അകത്ത് വെള്ളക്കടലാസുകളും മാത്രമാണ് എന്നുള്ളതാണ് VCക്ക് ആ സമയം ബോധ്യപ്പെട്ടത്. തുടർന്ന് ഈ പ്രകാശന ചടങ്ങ് നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായി തന്നെ ആ ചടങ്ങടക്കം റദ്ദാക്കിക്കൊണ്ടായിരുന്നു VCയുടെ നടപടി. അതായത് ഗവർണർ പ്രകാശനം ചെയ്യാനിരുന്ന ചടങ്ങ് അതിന് തൊട്ട് മുൻപാണ് അത് റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു നടപടിക്കെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഇപ്പോൾ ഗവർണർക്കും VCക്കും പരാതി നൽകിയിട്ടുണ്ട്. ജീവനക്കാർ ഈ ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ള തുക അത് വലിയ രീതിയിലുള്ള കൃത്രിമം നടത്തി അത് കൈക്കലാക്കി എന്നുള്ള ആരോപണമാണ് പരാതിയിൽ ഉയർന്നത്. ഇനിയിപ്പോൾ അതിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ശരി, ഹരിമോഹൻ ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.